സർ, സെൻസസ് 2027 അതിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഡിജിറ്റൽ സെൻസസ് നടത്തുകയാണ്. ഈ ഡിജിറ്റൽ സെൻസസിലേക്ക് എല്ലാവരും പങ്കാളികളാവുക എന്നൊരു അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത്തരത്തിൽ ഡിജിറ്റൽ സെൻസസ് നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളാവാൻ പൊതുജനങ്ങളോട് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ഈ സെൻസസിൽ പങ്കാളികളാവാൻ അവർ എന്തുകൊണ്ട് തയ്യാറാവണം? ഡിജിറ്റൽ സെൻസസ്, അതായത് പണ്ട് നമ്മൾ കാനേഷുമാരി എന്ന് പറയും. ഈ കാനേഷുമാരി അതായത് കണക്കെടുപ്പ്, അതിപ്പോ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഈ ഡിജിറ്റലായിട്ട് ഈ കാര്യം ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനെ ഇന്നലെ മുതൽ ഒരു പോർട്ടൽ തുറന്നിട്ടുണ്ട്. നമുക്ക് സെൽഫ് എന്യൂമറേഷൻ പോർട്ട് എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ആ പോർട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ലോഗ് ഓൺ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മുടെ സ്ഥിതി വിവര കണക്കുകൾ അതിൽ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും. ഈ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം വരുന്നത്. അതായത് ശരിയായ കണക്കെടുപ്പ്, ഔദ്യോഗികമായിട്ട്, അല്ലാതെ വെറുതെ അല്ല, ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ ശേഖരണത്തെയാണ് ഈ കാനേഷുമേരി അഥവാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇതിന് നോക്കുന്നത് ജനസംഖ്യ, അതായത് ഇപ്പോഴുള്ള ജനസംഖ്യയുടെ കറക്റ്റായിട്ടുള്ള കണക്ക് ഉണ്ടാക്കുക ഒന്ന്. പിന്നെ സ്ഥിതി വിവര കണക്കെടുപ്പ്, അതായത് ജനങ്ങളുടെ എണ്ണം കിട്ടുമ്പോൾ അവരുടെ പ്രായം, തൊഴില്, വിദ്യാഭ്യാസം, പാർപ്പിടം, ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കണക്കാക്കി രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണിത്. ഇത് കൃത്യമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ മാത്രമേ പ്ലാനിംഗ് ബോർഡിന്, അതായത് സർക്കാരിന്, നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഭാവിയിലെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ, ഒരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റത് അങ്ങനെയല്ല. കറക്റ്റായിട്ട് ഇതിന് യാതൊരു കണക്കുമില്ല. അപ്പൊ സർക്കാരിന് കറക്റ്റായിട്ട് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു കമ്മത്തിന്റെ മുകളിൽ എന്തൊക്കെ നടക്കണം. ഇപ്പൊ ലാസ്റ്റില് ഈ കാനേഷുമാരി സെൻസസ് ഉണ്ടായത് 2007 ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ആൾമോസ്റ്റ് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ കാനേഷുമേരി അഥവാ ഈ സെൻസസ് ഇപ്പോ വീണ്ടും തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോ ഈ BJP സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അന്ന് തന്നെ ശരിയായ ഒരു കണക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ കണക്കില്ലാതെയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രി 10-12 കൊല്ലം ഇപ്പൊ ഭരിച്ചത്. ഇനി അത് പറ്റില്ല. കാരണം ആ പുള്ളി കണക്കാക്കുന്ന ഒന്നും തന്നെ ശരിയായ രീതിയിൽ ഇവിടെ പ്രാവർത്തികമാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കണമെന്ന് കേന്ദ്രം തീരുമാനിക്കുകയും ഇപ്പോ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് ഇപ്പോ സെൽഫ് എന്യൂമറേഷൻ പോർട്ട് തുറന്നിട്ടുണ്ട്. ഈ പോർട്ടിൽ ഓരോ വ്യക്തികളും, ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികളും, അതിന്റെ ഒരു പോർട്ടുണ്ട്, ac.enumeration.gov.in. ഈ പോർട്ട് നമ്മൾ വെബ്സൈറ്റിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തു വരും. അതില് ഒരു വീട്ടിലെ ഒരു പ്രധാന മൊബൈൽ, അതായത് പ്രധാനപ്പെട്ട ആളുടെ മൊബൈൽ നമ്പർ അതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഒരു OTP വരും. ആ OTP അതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പോർട്ടിൽ എൻ്റർ ആയി. പിന്നെ ആ പോർട്ടിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഡീറ്റെയിലും ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് അവിടെ കംപ്ലീറ്റ് ഈ ഗ്ലോബൽ, അതായത് ഇവിടെയുള്ള ഭൂമിയുടെ മുഴുവൻ പടങ്ങൾ അവിടെ വരും. ആ ചിത്രത്തിൽ നമ്മൾ നമ്മുടെ വീട് നിൽക്കുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തെടുത്ത് മാർക്ക് ചെയ്യണം. അതൊരു ചെറിയ പണി ഉണ്ടായിരിക്കും ചിലപ്പോ. അതൊന്നും വളരെ ഈസിയാണ്, അത് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും.
എന്നിട്ട് നമ്മുടെ വീട് മാർക്ക് ചെയ്തിട്ട് അതിലെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അതിൽ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും, വീട്ടിലെ ഓരോ കാര്യങ്ങളും അതിൽ ചോദിക്കും. 34-35 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മറുപടി അതിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഒരിക്കൽ എൻട്രി ചെയ്ത മറുപടി പിന്നെ മാറ്റാൻ പറ്റില്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള മറുപടി, അതായത് ഇപ്പൊ ഒരു നിസ്സാര കാര്യം പറയാം, മൊബൈൽ എത്ര എണ്ണം ചോദിക്കും. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഇന്ന് ചിലപ്പോ ഒരാൾ തന്നെ 2-3 മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും. അത് നിസാരവൽക്കരിക്കും, ഒന്നെന്ന് കണക്കാക്കും. അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ എത്ര മൊബൈൽ ഉപയോഗിക്കുന്നു, അങ്ങനെ വീട്ടിൽ എത്ര ആളുണ്ടോ അവരൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലുകളുടെ ടോട്ടൽ സംഖ്യ തന്നെ അതിൽ ഫീഡ് ചെയ്യണം. അതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് ഈ സെൻസസ് കംപ്ലീറ്റ് ആകുന്ന, കണക്കെടുപ്പ് കംപ്ലീറ്റ് ആകുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വരും. ഒരു 11 ഡിജിറ്റിലുള്ള ഒരു നമ്പർ ആയിരിക്കും അത്. ആ നമ്പറായ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ അവിടെ വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരും. ആ വീട്ടിൽ വരുന്ന സമയത്ത് ഈ മെസ്സേജ് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആ പോർട്ടലിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടാണോ എന്ന് അവർ വീണ്ടും റീചെക്ക് ചെയ്യും. കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവരോട് പറഞ്ഞാൽ അത് അവരോട് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇത് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഓരോ വ്യക്തികളും അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിനോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരു കാര്യം ഇത് പറയുമ്പോൾ, അതായത് പൊതുവെ കേന്ദ്ര സർക്കാരിനോട് പ്രതികാരം ചെയ്യുന്ന മനോഭാവമായിട്ട് നടക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. അത് കാരണമാണ് ഇത് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നത്. കാരണം കോവിഡ് കാലത്ത് ഇവിടെ വാക്സിനേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് ഈ വാക്സിനേഷൻ എന്തിനാണ്, ഈ കോവിഡ് വന്ന് നമ്മൾ മരിച്ചു പോകരുത് വിചാരിച്ച് എത്രയും പെട്ടെന്ന് ലോകരാജ്യങ്ങൾക്ക് പോലും പറ്റാത്തത് ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് തരുമ്പോൾ, അത് ഫ്രീ ആയി കൊടുക്കുമ്പോൾ അത് പോയി ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് സത്യം. അതിന്റെ കണക്ക് പറഞ്ഞാൽ ഞെട്ടിപ്പോവും. ആ ഒരു പ്രതികാര ബുദ്ധി, അതിൽ വാക്സിനേഷൻ എടുക്കാതിരുന്ന ഒരു 20% ആൾക്കാർ പിന്നെയും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ആ വാശിക്കാണ് അവർ മരിച്ചു പോയത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പൗരത്വ നിയമ ബില്ല് വന്നു, CAA. അതെന്തിനാണ് വന്നത് എന്ന് ഇപ്പോഴും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരെ കുത്തിത്തിരിപ്പിക്കുക, മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവരോട് വേണ്ടാത്ത പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങളതിൽ സഹകരിക്കേണ്ട. സത്യത്തിൽ എന്തിനാണ് പൗരത്വ ബില്ല് ഇവിടെ കൊണ്ടുവന്നത്? നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാരല്ലാതെ ഇവിടെ അതിക്രമിച്ച് കയറി വന്ന് ഇവിടെ കള്ളത്തരത്തിൽ കള്ളരേഖകൾ ഉണ്ടാക്കി താമസിക്കുന്നവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ സർക്കാർ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇത് നടപ്പാക്കി കറക്റ്റ് ആക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഓരോ രാജ്യത്തും ഈ കള്ളത്തരത്തിൽ വന്ന് താമസിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുന്നവരാണ് ഇതിലെ 99% ആൾക്കാരും. അപ്പോ ഈ പൗരത്വ നിയമ ബില്ല് വന്നപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, അതിന്റെ പേരിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൗരത്വം പോവും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചു. ഇവിടെ അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയാണ് ഇവര് പറഞ്ഞ് പേടിപ്പിച്ചത്. ഇവിടെയല്ല, മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വരും, നിങ്ങളുടെ പൗരത്വം പോകും എന്നൊക്കെ പറഞ്ഞ് അവരെ റോട്ടിലിറക്കി കലാപം ഉണ്ടാക്കാൻ നോക്കി. കലാപം നടത്തിയിട്ട് എന്താ ഉണ്ടായത്? 100-100 പേര് മംഗലാപുരം, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ ഭാഗങ്ങളിലെ കലാപം നടത്തിയിട്ട് വെടികൊണ്ട് മരിച്ചു. ഈ കലാപം നടത്തിയിട്ട് സത്യത്തിൽ ഒരാളുടെ പോലും പൗരത്വം പോയിട്ടില്ല. എന്നിട്ടും അപ്പൊ നോക്കിയേ, ഈ വൃത്തികേട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം, എലക്ഷൻ സമയത്ത് ഈ കഴിഞ്ഞ ഇലക്ഷനില് SIR, അതായത് എലക്ഷൻ ലിസ്റ്റില് അനാവശ്യമായി ചേർത്ത പേരുകൾ മുഴുവൻ എടുത്തു കളയാം. അതായത് കുറെ കാലമായിട്ട് ഇവിടെ ഇല്ലാത്ത പേരുകൾ 2-3 മരിച്ചവരെ പേരുകളൊക്കെ വെച്ചിട്ട് ആ കള്ള വോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ.
അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SIR നടപ്പാക്കി. അതിനും ഇവിടെ നടപ്പാക്കുമ്പോൾ ഒരുപാട് ലഹളകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ ലഹള ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ ഈ ലഹളക്കൊക്കെ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലുള്ളവരാണ്. അപ്പോ ആ കേരളത്തിലുള്ളവർ മുൻകൈ എടുത്ത് SIR ഒക്കെ ലഹളയൊക്കെ ഉണ്ടാക്കിയപ്പോ, പക്ഷെ അവർക്ക് തന്നെ നല്ലൊരു വിജയം കിട്ടിയപ്പോ അവരും ഉണ്ടാതിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ കമ്പ്യൂട്ടർ കുഴപ്പമാണ്, അങ്ങനെ പലതും പറയും. അപ്പോ ഇവിടെ ഈ കാനേഷുമാരി ഈ സെൻസസ് 2027 ഇവിടെ നടപ്പാക്കുമ്പോൾ അത് ഇവിടെയുള്ള എല്ലാവരും 100% വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ അവിടെ നൽകിക്കൊണ്ട് അത് വലിയൊരു വിജയമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ഭരണം അതിന്റെ 100 ഇരട്ടി വിജയമായി മാറും എന്ന് ഇവിടെയുള്ള ഓരോ പൗരനും മനസ്സിലാക്കുക. യെസ്, എന്തായാലും ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമാകേണ്ടത് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു ആഹ്വാനത്തിൽ പങ്കാളികളാവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഡിജിറ്റൽ സെൻസസിൽ വേണ്ടുന്ന കൃത്യമായ വിവരങ്ങൾ കൈമാറുക, അത്തരത്തിൽ സെൻസസ് 2027 ഭാഗമാവുക. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.